ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യ, ഓരോരുത്തർക്കും സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കട്ടെ. അവർ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും കടപ്പെട്ടത് ചെയ്യരുത്. ഭാര്യയുടെ ശരീരത്തിന്മേൽ ഭർത്താവിനും ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ ഭാര്യയ്ക്കുമാകും അധികാരം എന്നിങ്ങനെ പറഞ്ഞു വരുന്ന വേദഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിവാഹം എന്നുള്ളത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ മതാചാര്യന്മാരുടെ ഹൃദയത്തിലുണ്ടായ ഒരാശയമല്ല. മനുഷ്യനുള്ള ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മണിമകുടമായ ആദമിനെ സൃഷ്ടിച്ചപ്പോൾ ഉലകത്തിൽ ജീവനുള്ള സകല ചരാചരങ്ങളെ ആദാം എന്ന ഏക മനുഷ്യന് മുമ്പിലൂടെ കടത്തിവിട്ടു. അതിനെല്ലാം അവൻ പേരിട്ടു. പക്ഷെ അതൊന്നും അവന് ഒരു തുണയായി കണ്ടു. പേരിട്ടതെല്ലാം അവനിക്ക് പോയപ്പോൾ വീണ്ടും ആ മനുഷ്യൻ ഏകനായിരിക്കുന്നത് ദൈവം കണ്ടിട്ട് അവൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് അവനറിയാതെ അവനെ സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ ശരീരത്തിനകത്ത് മറച്ചു വെച്ചിരുന്ന അവൻ്റെ മണവാട്ടി അവനെ ഉറക്കം വരുത്തിയിട്ട് ദൈവം പുറത്തു പോകും. അവൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കണ്ട സ്ത്രീ അവൻ വിളിച്ചത്, അവൻ ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാണ്. ആംഗ്ലേയ സാഹിത്യത്തിൽ പോലും ഇല്ലാത്ത എത്ര വലിയ ഭാര്യയെക്കുറിച്ചുള്ള നല്ല വാക്കുകൾ. നമുക്കൊക്കെ ആവേശം കൂടിയാൽ കണ്ണെന്നോ കണ്ണെന്നോ കണിയെന്നോ കാട്ടെന്നോ ഒക്കെ പറയാറുണ്ട്. ആരും എൻ്റെ ശരീരമാണ് പറയാറില്ല. പക്ഷേ ഇവിടെ എൻ്റെ അസ്ഥിയാണ്, ഇവിടെ എൻ്റെ മാംസമാണ് എന്ന് പറഞ്ഞ മനുഷ്യനാണ് ആൾ. എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം മൊത്തം അവളാണ്. അത് ഇന്നത്തെ ദൈവം രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചത്. ഒന്ന്, വിവാഹം നടത്തിയിട്ട് ദൈവം അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു തോട്ടം സൂക്ഷിക്കണം. തോട്ടത്തിൽ വേല രണ്ട് കാര്യം ആധികാരികമായി പറഞ്ഞത്. തോട്ടം സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ ആദാമിൻ്റെ ഉപ്പാപ്പനോ പേരപ്പനോ മാവിയോ ആയോ അതിൽ വന്നാൽ പറ്റില്ല. അതല്ല ദൈവം ഉദ്ദേശിച്ചത്. ദൈവമാക്കിയ ഇടത്ത് സൂക്ഷ്മതയോടെ നിന്നില്ലെങ്കിൽ കുടുംബജീവിതത്തിന് സന്തോഷം ഇഷ്ടപ്പെടാത്ത പിശാച് അകത്ത് നുഴഞ്ഞു കയറിയിട്ട് കുടുംബത്തെ തകർക്കുമെന്നുള്ള വാണിയാണ് ദൈവം കൊടുത്തത്. പക്ഷെ ആ വാണിയെ മനുഷ്യൻ കേട്ടു. പരിണിതപരം അവസരം കിട്ടുമ്പോൾ നുഴഞ്ഞു കയറി. ആദാം ഇല്ലാത്ത അവസരം നോക്കി ഒറ്റപ്പെട്ട അവസരത്തിൽ നുഴഞ്ഞു കയറിയ പിശാച് ദൈവം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ അത് അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ആ പാപത്താൽ ആദം പങ്കാളിയായി മാറി. അടുത്ത വാക്ക് ദൈവം ചോദിച്ചു, ആദമേ നീ ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, ഇന്നലെ അസ്ഥിയിൽ നിന്ന് അസ്ഥി മാംസത്തിൽ നിന്ന് മാംസവും എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ഇന്ന് പറഞ്ഞത്, നീ എൻ്റെ കൂടെ ഇരിക്കാൻ തന്നെ ആ സ്ത്രീ ഞാൻ തിന്നു. ഒറ്റ ദിവസം കൊണ്ട് കുടുംബബന്ധം ശിഥിലമാക്കിയത് പിൻപിൽ വ്യാപരിച്ച പൈശാചിക പോരാണെങ്കിൽ, കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ ഞാൻ പറയാം, വിവാഹ ജീവിതത്തിൽ സൂക്ഷ്മതയോടെ സ്റ്റെപ്പുകൾ വെച്ചില്ലെങ്കിൽ അവസരം കിട്ടിയാൽ നുഴഞ്ഞു കയറുന്ന ഒരു പൈശാചിക ആധിപത്യവും. അവനൊരിക്കലും ഇഷ്ടമില്ലാത്ത കാര്യം നിങ്ങൾ രണ്ടും സന്തോഷമായി പോകും. നിങ്ങളുടെ ജീവിതത്തിൽ ഇടർച്ചയുണ്ടാക്കുക. അത് വരാതിരിക്കാൻ മുപ്പിരിച്ചവരുടെ വേഗത്തിൽ അറ്റുപോവുകയെന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടും ഒന്നാമതും യേശു മൂന്നാമതല്ല, യേശു ഒന്നാമതും നിങ്ങൾ രണ്ടാമതും മൂന്നാമതും ആണെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം ധന്യമായിരിക്കും. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. നിങ്ങൾ ഇന്നാണ് ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ പങ്കാളിയാണ്. എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവമെന്ന ദൈവിക കുടുംബത്തിൻ്റെ ഓർഡറിൽ നിങ്ങളായിത്തീരുക. അവിടെ ആയിത്തീരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു യാഥാർത്ഥ്യം പറഞ്ഞു
അവിടെ ഒരു കുതിര ഒറ്റയ്ക്ക് ഭാരം വലിക്കുകയാണെങ്കിൽ 2 ടൺ ഭാരം. നമ്മുടെ വാഹനങ്ങളൊക്കെ ഹോഴ്സ് പവറിലാണല്ലോ അറിയപ്പെടുന്നത്. എന്നാൽ 2 കുതിര ഒന്നിച്ച് ഭാരം വലിച്ചാൽ 20 ടൺ ഭാരം. അതുകൊണ്ടാണ് ശലോമോൻ പറഞ്ഞത്, ഒരുവനേക്കാൾ 20 നല്ലത്. ഒന്നിച്ചുള്ള തീരുമാനം, ഒന്നിച്ചുള്ള പ്രാർത്ഥന, ഒന്നിച്ചുള്ള ആശയവിനിമയം. ഇന്ന് സംസാരിക്കാൻ സമയം 2 പേരും മൊബൈലിൽ നോക്കി, അങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, നേരെ അടുത്ത വയോജനകത്ത് മാന്തിക്കൊണ്ടിരിക്കും, ഓഫീസിൽ ചെന്ന ലാപ്ടോപ്പിൽ മാന്തിക്കൊണ്ടിരിക്കും. അതൊക്കെ നല്ലതാണെങ്കിലും അല്പസമയം തമ്മിൽ ആശയങ്ങൾ കൈകാര്യം ചെയ്യാൻ, പരസ്പരം സംസാരിക്കാൻ, സ്നേഹമുണ്ടെന്ന് പ്രകടമാക്കാൻ, ഉള്ളിൽ സ്നേഹമുണ്ടായിട്ട് കാര്യമില്ല, ആ ഉള്ള സ്നേഹം ഒന്ന് പ്രകടമാക്കാനുള്ളതായ അവസരങ്ങൾ നിങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ ജീവിതത്തിന് വേണ്ടി പരാജയപ്പെടും. ഒരു യാഥാർത്ഥ്യം ഞാൻ പറയാം. പടകിൽ സഞ്ചരിച്ചു, 4 യാമത്തിൽ യേശു വന്നത്. ഒരു യാമം 3 മണിക്കൂറാണ്, അല്ലേ? 3 മണിക്കൂർ. അങ്ങനെ 9 മണിക്കൂർ അവർ തുടങ്ങി. 1, 2, 3 യാമം. 4 യാമത്തിന് 1 മണിക്കൂറിനെ പോയി കാണും. അങ്ങനെ 10 മണിക്കൂർ. ജീവിതത്തിൻ്റെ പല വഴികളിലും 3 യാമവും 10 മണിക്കൂറൊക്കെ തന്നെ തൊഴേണ്ടി വരും. ഓളങ്ങളടിക്കാം, തിരമാലകൾ വരാം. പക്ഷേ നടന്നു വരുന്ന 4 യാമത്തിലെ യേശു നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ തകരാതെ ലക്ഷ്യത്തിൽ കൊണ്ട് എത്തിക്കുന്ന ഒരു ദൈവം കൊണ്ട് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തോട് സ്തുതിക്കണം കേട്ടോ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ 45 ശതമാനം മാത്രമേ ദൈവദാസം വായിച്ചല്ലോ. അതിനകത്ത് 2 പേരെ കുറിച്ച് പറഞ്ഞു. ഒന്ന്, മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരനായ ഒരാൾ. 2, അന്തഃപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു. ശോഭാപരിപൂർണയായിരിക്കുന്ന അന്തഃപുരത്തിലെ രാജകുമാരി മനുഷ്യപുത്രന്മാരെ സുന്ദരനായ മണവാളനെയും ആ പുസ്തകം പരിചയപ്പെടുത്തുമ്പോൾ മണവാട്ടിയോട് പറയുന്നു, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക. അങ്ങനെ നീ ശ്രദ്ധിച്ചാൽ രാജാവ് നിന്നെ ഇഷ്ടപ്പെടും. എന്താ രാജാവിന്റെ സൗന്ദര്യം? ലാവണ്യം അവന്റെ അതരങ്ങളിൽ മേലുണ്ട്. ആദാം മൃഗങ്ങൾക്ക് മാത്രമേ ആ കഴുകയുടെ കാളൊക്കെ പേരിട്ടുണ്ട് കേട്ടോ. അവയെ കണ്ടപ്പോൾ മൃഗങ്ങളുടെ പേരല്ലേ വിളിച്ച്. അതുകൊണ്ട് ദേഷ്യം വന്നാലും മൃഗങ്ങളുടെ പേരൊന്നുമായി വരാതിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. സന്തോഷമുണ്ടെങ്കിൽ ഒരു സ്വത്രം പറയണം കേട്ടോ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മക്കളെ, ഇതൊക്കെ ഒറ്റവാദ സംവിധാനം എന്ന് പറഞ്ഞാൽ കയറി വരാനേ വാതിലുള്ളൂ, ഇറങ്ങി പരിവേഷണയില്ലാത്തൊരു സംവിധാനമാണ് കല്യാണം. എല്ലാവർക്കും മനസ്സിലാകുന്നതല്ലേ? ഇങ്ങോട്ട് കയറി വന്നാൽ 2 പേരെ നാട്ടുകാർ എടുത്തോണ്ട് പോകുന്നത് വരെ ഒന്നിച്ച് കഴിയാൻ വേണ്ടിയുള്ള വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ സംവിധാനമാണ് വിവാഹം. സന്തോഷമുള്ള സ്വത്രം പറയണേ. നോക്കി ഒത്തിരുന്നോ, കൊടുത്തോ ഒത്തിരുന്നോ, കണ്ടോ ഒന്നും പറഞ്ഞ് ഒരാൾ ഇറങ്ങിപ്പോകാത്ത ഒറ്റവാദ സംവിധാനമാണ് വിവാഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഉടമ്പടി എന്ന് പറഞ്ഞാൽ മരണത്താൽ ഒരു വേർപാട് ഉണ്ടാകുന്നത് വരെ ഉള്ള ഒരു വലിയ ഉടമ്പടിയിലേക്ക് നിങ്ങൾ ചേരാൻ പോവുകയാണ്. സംശയമൊന്നും നമ്മൾ ഉണ്ടാകാതെ ശ്രദ്ധിച്ചു വേണം. ഈ അടുത്ത കാലത്ത് ഞാൻ അയർലൻഡിൽ ഒരു കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ ഇടയ്ക്ക് വന്നൊരു കൊച്ചു പറഞ്ഞത്, കിടപ്പുറക്കകത്ത് വരെ ക്യാമറ വെച്ചിട്ട് അവൻ ജോലിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ജോലിക്കുന്നത് ഈ ക്യാമറ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെ ശരിയാകാൻ? അങ്ങനെ ഒന്ന് സംശയിക്കുന്നു. മക്കളെ, ഭാര്യയെ വിശ്വസിക്കണം, ഭാര്യ ഭർത്താവിനെ വിശ്വസിക്കണം. മോളെ, ഭർത്താവിന് കീഴ്പ്പെടണം. ഐക്യതൊക്കെ ജോലി മനസ്സിലായി, ടെക്നോപാക്കാൻ മനസ്സിലായി. അതൊക്കെ ആണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ആയിട്ട് അഭിനയിക്കരുത്. നീ ഈ മോനെ ഒരു രാജാവായിട്ട് കണ്ടാൽ നിനക്ക് ജീവിതകാലം മൊത്തം ഒരു രാജ്ഞിയായിട്ട് വാഴാം. നീ ഒരു ദാസനായിട്ട് കണ്ടാൽ നിന്റെ ആയുസ് കൊണ്ട് ദാസിയായിട്ട് കാണാം. സന്തോഷമുള്ള സ്വന്തം പറഞ്ഞാട്ട് മോനെ, നീ പട്ടാളക്കാരനാകരുത്, വീട്ടിൽ പോലീസ് ഓഫീസറാകരുത്. അതൊക്കെ ഓഫീസിൽ. വീട്ടിൽ വരുമ്പോൾ ഭർത്താവാണ്. സന്തോഷമാണല്ലേ? വീട്ടിൽ വരുമ്പോൾ യഥാർത്ഥ ഭർത്താവായിരിക്കണം. വീട്ടിൽ വരുമ്പോൾ ഭാര്യയായിരിക്കണം. ലോകത്തിലെ 5.5 കോടി ജനം ഒന്നിച്ച് 60 കോടി ജനം ഒന്നിച്ച് കണ്ട കല്യാണം നമ്മുടെ അയാളിൻ്റെ ആയിട്ടോ. 60 കോടി ജനം ഒരു സമയത്ത് കണ്ട ലോകത്തിലെ ഏറ്റവും വലിയ കല്യാണം. പക്ഷേ കാനൻബറി ആർച്ച് ബിഷപ്പ് ഉപേക്ഷണം ചൊല്ലിക്കൊടുത്തപ്പോൾ കീഴ്പ്പെടുക എന്ന വാക്ക് പറയാൻ അവൾ മാറ്റിവെച്ചതുകൊണ്ട് ആ ജീവിതം ഒരു വെല്ലൂട് പൊട്ടിപ്പോകുന്ന പോലെ, ഒരു ചീട്ടുകൊട്ടാരം പൊളിയുന്ന പോലെ പൊളിഞ്ഞ് തകർന്നു പോയി. അതുകൊണ്ട് മകളെ, ക്രിസ്തുവിന്റെ സഭ കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ ഭർത്താവിന് ഭാര്യ കീഴ്പ്പെടും. ഭർത്താവ് ഭാര്യ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം.
നിങ്ങളിങ്ങനെ സൂട്ടൊന്നും ഇട്ടിരുത്തിയപ്പോൾ ഞാൻ അയറ്റിൻ്റെ കല്യാണത്തിന് വന്നില്ലായിരുന്നു ഫോട്ടോ എഴുതിയില്ല. സൂട്ടില്ലായിരുന്നു ഇല്ല. അന്നത്തെ പണം ആദ്യം കാണിക്കില്ല. എനിക്കും സൂട്ടില്ലായിരുന്നു വന്നിട്ട് ഞാനൊരു മുണ്ടുകൊണ്ട് അതുകൊണ്ട് രൂപയുടെ കല്യാണം കഴിച്ചു. പക്ഷെ എൻ്റെ പിള്ളേർ 3 സൂട്ടിട്ടോടെ കല്യാണം നടന്നു. അങ്ങനെ മോനെ സൂട്ടിട്ട് സ്റ്റേജിൽ കൊണ്ടിരുത്തേൻ്റെ പോയി ഒത്തിരി കണ്ണുനീര്, ഒത്തിരി ഉപവാസം. മറ്റുള്ളവരുടെ കൂടെ എൻ്റെ കുഞ്ഞും മാന്യനായി ഒരു സ്റ്റേജിൽ വന്നിരിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞ ഇവരുണ്ട്. വീട്ടിൽ കയറാക്കിയിട്ട് തൊട്ടിയുണ്ടാകും. അതിനകത്ത് താട്ടിയ മോനെ വളർത്തിയത്. അതിനകത്ത് കിടന്ന് നീ കരഞ്ഞപ്പോൾ തൊട്ടി ഉണ്ടായിട്ടും എടുത്ത മാറത്തിനെടുത്ത് നീ അവിടെ കിടന്ന് മുത്തം ഒഴിച്ച് അപ്പനൊക്കെ ചെയ്ത എന്നിട്ട് തെറിയാതെ നിന്നെ മാറത്തിട്ട് താരാട്ട് പാടി ഉറക്കിയ ഒരമ്മ. ജീവിതത്തിൽ ഉയർച്ചകൾ വരുമ്പോൾ അപ്പനെ അമ്മമാർ രണ്ടുപേരോടും അകറ്റോ. ഇന്ന് മൊത്തം ലോയാകാൻ പോവാം. ഫാദറിലോ മദറിലോ മുതലിലോ മൊത്തം ലോയാകാം. മൊത്തം ഗുണമാകും കേട്ടോ. ലോയെല്ലാവരും മാറ്റി പോകുന്ന ലോയക്കാരോ ലവായാൽ പ്രശ്നമെല്ലാം ലോയ പ്രശ്നം മൊത്തം. അതുകൊണ്ട് ഒരു വീട്ടിൽ ലോയായത് എല്ലാവരും ലവായി തമ്മിൽ സ്നേഹിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക, ചീർക്കാത്ത, കോപിക്കാത്ത, പക വെച്ച് പുലർത്താത്ത ഒരു നല്ല സ്നേഹത്തിൻ്റെ ഉടമയായി നിങ്ങൾ മാതൃകയുള്ള 2 സെൻറ്ററുകൾ നിർമ്മിക്കാൻ പോവുകയാണ്. കുണ്ടറ സെൻറ്ററും ഞാൻ കമ്മീഷനിൽ പ്രസംഗിക്കുന്നുണ്ടാകും. പുതുപ്പള്ളി സെൻറ്ററിൽ പ്രസംഗിക്കുന്നതാണ്. 2 സെൻറ്ററുകൾ തമ്മിൽ, 2 ലോക്കൽ സഭകൾ തമ്മിൽ, 2 കുടുംബങ്ങൾ തമ്മിൽ, 2 ദേശങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്ന ഒരു വലിയ ബന്ധത്തിലേക്ക് നിങ്ങളുടെ വയ്ക്കാൻ ഇടപെടാൻ പോകുമ്പോൾ ഒത്തിരി പ്രാർത്ഥനയും ഒത്തിരി ഉപവാസവും ഒത്തിരി ദൈവകൃപയും ആവശ്യമാണ്. അങ്ങനെ മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ച് ഞാൻ ആ ഭാഗം വരുമ്പോൾ നിങ്ങളെ എല്ലാവരും കൂടെ ഞാൻ ഒരു കല്യാണത്തിന് ക്ഷണിക്കുക. ഇവിടെ വെച്ച് വിളിച്ചു തന്നു, നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് വിളിച്ചിരുന്നു. കല്യാണത്തിന് തന്നിരുന്നു വിഷമിക്കരുത്. അതിന് സമയമില്ലാത്തതുകൊണ്ടാണ് കല്യാണം വേഗം നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ കല്യാണത്തിന് ശരിക്കും പങ്കെടുത്തില്ലെങ്കിൽ ആ കല്യാണം പങ്കെടുക്കാതിരിക്കരുത്. അതുകൊണ്ട് ഞാൻ മണവാളിനെ ഒരു വാക്കിൽ പരിചയപ്പെടുത്തുക. എൻ്റെ മണവാളിനെ പരിചയപ്പെടുത്താനുള്ള കഴിവൊന്നും എനിക്കില്ലെങ്കിൽ എൻ്റെ മണവാളൻ ലോകത്തിലെ 800 കോടി ജനത്തെ പുതുപ്പള്ളി കൊണ്ട് നിർത്തിയാൽ എൻ്റെ മണവാളൻ്റെ 7 അയൽവക്കത്തെ നിർത്തില്ല കേട്ടോ. എൻ്റെ മണവാളനെ പോലെ സുന്ദരനായ മറ്റൊരു മണവാളനില്ല. അവനായിരങ്ങളെ സുന്ദരന, 10,000 സുന്ദരന, വെണ്മയും ചുവപ്പും ഇടകലർന്ന സൗന്ദര്യമുള്ള ലോകത്തിലെ ഏക മണവാളൻ. സന്തോഷമുള്ള നല്ലൊടങ്ങിയ ആദവന് മണവാട്ടിയെ കൊടുക്കാൻ ആരെ കൂട്ടം കളിച്ചു ഓർക്കും ഒരു വാര്യനെ നഷ്ടമാകില്ല കേട്ടോ. ആരോ പറഞ്ഞത് അന്ന് ഉറങ്ങിയ പുള്ളി ആയുസ് ഓർമ്മിട്ടില്ലെന്നാണ്. അതുകൊണ്ട് ഞാൻ ശരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ലാത്തതുകൊണ്ട് ബാക്കി പറയുന്നില്ല. പക്ഷെ എൻ്റെ മണവാളനെ മണവാട്ടിയെ കിട്ടാൻ വേണ്ടി വാര്യനില്ല. ഗതസമരമുണ്ട്, ഗമതയുണ്ട്, ഗാനൂറ്റവരെ തൻ്റെ രക്തം മുഴുവൻ 7 ഇടങ്ങളിലായി ഒഴുകി അവസാനം രക്തവും വെള്ളമൊഴി. ആ രക്തത്തിൽ വീണ്ടെടുത്ത മണവാട്ടിയായ കാന്തയായ സഭയെ വെളിയെടുക്കാൻ യേശു മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വരാൻ പോകുകയാണ്. ആ വിവാഹ ശുശ്രൂഷയിൽ നിങ്ങളെല്ലാവരും വിരുന്നുകാരായിട്ട് വരാനല്ല, മണവാട്ടിയായിട്ട് വരാൻ ഞാൻ നിങ്ങളെ വിളിക്കാനയച്ച മഹാരാജാവിൻ്റെ ദാസനെന്ന നിലയിൽ സ്നേഹത്തോടെ വിളിക്കുന്നു. അന്ന് വരുന്നവരെ നാളെ കഴിച്ച് നോക്കാൻ പോവാമെന്ന് പറയാനോ, ഞാൻ കല്യാണം കഴിച്ച് അണിമൂന്ന് പോവാന്ന് പറയാനോ, വസ്തു മേടിച്ച് കാണാൻ പോവാന്ന് പറഞ്ഞോ ഒഴിവാകാതെ എല്ലാവരും ആ വിവാഹത്തിൽ വരാൻ ക്ഷണിച്ചുകൊണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ചുറ്റന പൈറ്റുകാരായ കുടുംബം, ആലപ്പുഴ കുടുംബം, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേക ചർച്ചകളുടെ സമൂഹത്തിൻ്റെയും എല്ലാവിധമായ ആശംസകൾ ഭാവങ്ങൾ കുഞ്ഞുങ്ങളെ നേരുന്നു. ദൈവം അനുഗ്രഹിക്കുന്ന വിലപ്പെട്ട അവസരം തന്ന കർത്തദാസൻ നന്ദി പറയുന്നു.